കോമഡി പടം ചെയ്യുമ്പോൾ ആ സെറ്റിലൊരു വൈബ് കൊണ്ടുവരണം. ഫണ്ണും ആയിരിക്കണം, കുറച്ച് ഡിസിപ്ലിനും വേണം. അപ്പം അത് ബ്രോ 2 സെറ്റിൽ നിന്നുള്ള എക്സ്പീരിയൻസ് ബ്രോയിൻ്റെ. അപ്പം അതെങ്ങനെയാണ് ബ്രോ ചെയ്ത് ആ ഫണ്ണ് കൊണ്ടുവന്ന്? കാരണം ആക്ടേഴ്സിനെ അങ്ങനെ എനിക്കതിൽ ഗുണമുണ്ടായെന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ എന്താ പറയുക, നമുക്ക് ലക്കി ആയിട്ട് സംഭവിച്ചത്. ലക്കി എന്നുള്ള വാക്ക് തന്നെ പറയാം. നമ്മളെല്ലാവരും താമസിച്ച ഒരു സ്ഥലത്തായിരുന്നു എന്നുള്ളതാണ്. അമൽജ്യോതി കോളേജിൻ്റെ ഗസ്റ്റ് ഹൗസിലാണ് നമ്മളെല്ലാവരും താമസിക്കുന്നത്. സുരാജേട്ടൻ, ഷറഫൊക്കെ, ഈ പിള്ളേരെല്ലാം. അപ്പോൾ കോളേജ് ആയതുകൊണ്ട് തന്നെ അവിടെ മദ്യപാനം, പുകവലി അതുമില്ല. അപ്പോൾ യു വിൽ ഹാവ് ടു സോഷ്യലൈസ്, മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ പിള്ളേരെല്ലാം വൈബ്. ഞാൻ സുരാജേട്ടനെ ഏറ്റവും ലാസ്റ്റ് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ റൂമും അരുൺ പ്രദീപിൻ്റെ റൂമും അടുത്താണ്. അപ്പോൾ ഞാൻ ഷൂട്ട് കഴിഞ്ഞ് ചിലപ്പോൾ കയറുമ്പോൾ അരുൺ പ്രദീപ് ഷൂട്ടില്ലെങ്കിൽ ചുമ്മാ റൂം തുറന്ന് അകത്ത് കയറും. അപ്പോൾ അരുൺ പ്രദീപ് അത് സംസാരിക്കും. ഒരു 20 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഇതേപോലെ റൂം തുറന്ന് കയറുമ്പോൾ അകത്ത് സുരാജായിട്ടായിരിക്കുന്നു. ആ ലെവലിൽ വൈബായി ഇവർ. അപ്പോൾ അത് എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര ഗുണമായിരുന്നു. ഇവരുടെ ഓൺ സ്ക്രീൻ കെമിസ്ട്രി, സുരാജേട്ടൻ, ഷറഫ്, അത് ഈ പടത്തിനെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ ഫാക്ടറായിട്ട് ഭവിച്ചിരിക്കുന്ന അവരുടെ ഓഫ് സ്ക്രീൻ ഉള്ള ആ റാപ്പാണ്. ആ പടത്തിന് ഭയങ്കര ലക്കായിട്ട് വന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെയും എനിക്ക് സെറ്റ് ചെല്ലുമ്പോൾ കൂടുതൽ ഡിസിപ്ലിനിലോട്ട് പോകാൻ പറ്റും. ഇല്ലെങ്കിൽ ഞാനും ആ ലൂസായിട്ട് നിന്ന് പിന്നെ ഡിസിപ്ലിൻ കൊണ്ടുവരണം. ഈ പടം ഇപ്പം കാണുന്ന രീതിയിൽ അവൻ 40% സഹായിച്ചിട്ടുള്ളത് ഇവരുടെ ഓഫ് സ്ക്രീൻ കെമിസ്ട്രിയാണ്.